ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ കീം ഫിസിക്സ് യൂണിറ്റ് 6 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്രാവിറ്റേഷൻ എന്നുള്ളൊരു യൂണിറ്റ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു 3-4 പാർട്ടായിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത് പ്ലാനറ്ററി മോഷൻ ആണ്. ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ് കെപ്ലേഴ്സ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു MCQ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കെപ്ലേഴ്സ് ലോ എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കണം. എന്താണ് കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. ഓക്കെ, അദ്ദേഹം 3 ലോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഓർബിറ്റ് ആണ്. All planets move in an elliptical orbital with sun at focus. Okay, അപ്പോൾ നമുക്ക് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എല്ലാ പ്ലാനറ്റുകളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. All planets move in an elliptical orbital. Okay, ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ എന്താണ്? The radius vector from the sun to the planet sweeps equal area in equal time. അതായത് ഏരിയൽ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് അറൌണ്ട് സൺ ഈസ് കോൺസ്റ്റന്റ്. ഒരു പ്ലാനറ്റ് സണ്ണിന് അറൌണ്ട് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയൽ വെലോസിറ്റി ഒരു പ്ലാനറ്റിന്റെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. സോ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദി ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഏതാണെന്ന് ചോദിച്ചാൽ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ്. അതായത് ലോസ് ഓഫ് ഏരിയാസ് ആണ്. ഓക്കെ, കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? The square of the time period of the planets is proportional to the cube of the semi-major axis of the ellipse. That is, t square is equal to r cube. ഇതാണ് കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ t എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ്. That is, time taken by the planet to go once around the sun. സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം റൗണ്ട് അടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനറ്റ് എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ക്യൂബ്. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് കെപ്ലേഴ്സിന്റെ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേഷൻ. എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷൻ ഓർ ഗ്രാവിറ്റി ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ്. ഏത് രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം അട്രാക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഒരു സെർട്ടൈൻ amount ഓഫ് ഫോഴ്സ് കൊണ്ട് ഇവർ പരസ്പരം അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ മോസ്റ്റ് കേസസിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും. കാരണം രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്ക് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ ഫോഴ്സസ് നമുക്ക് 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്ക് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, പക്ഷേ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോഴ്സ് ആണ്. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയതും ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സും ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ബിക്കോസ് ആ ഒരു initiating the birth of stars, controlling the entire structure of the universe, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ഒബ്ജക്ട്സ്, എനി ടു ബോഡീസ്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ന്യൂട്ടൺ ഒരു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്. അതായത് the force of attraction acting between two bodies is directly proportional to the product of their masses and inversely proportional to the square of the distance between them. Okay, ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കൂ. രണ്ട് ഒബ്ജക്റ്റുകൾ m1 മാസിലും m2 മാസിലും ഞാൻ രണ്ട് ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഫസ്റ്റ് വണ്ണിന്റെ മാസ് എന്ന് പറയുന്നത് m1 ആണ്, സെക്കൻഡ് വണ്ണിന്റെ മാസ് m2 ആണ്. The distance between them, ആ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is equal to എന്ന് പറയുന്നത് എന്താണ്? The product of their masses and inversely proportional to the square of the distance between them. അതായത് F which is directly proportional to m1 m2 by r square. m1 m2 എന്ന് പറഞ്ഞാൽ മാസസ് ഓഫ് ദ ബോഡീസ് ആണ്, r സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ ഒബ്ജക്ട്സ് ആണ് അല്ലെ. സോ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 by r സ്ക്വയർ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയുന്നതിന് വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് g എന്ന് പറയുന്നത്. സോ g is the gravitational force constant ആണ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ട് ബോഡി മാസസ് ആണ് m1 m2 എന്ന് പറയുന്നത്, സെപ്പറേഷൻ എന്ന് പറയുന്നത് r ആണ്. Then the magnitude of the force attraction F is equal to ആണ് നമുക്ക് ഈ പറയുന്ന ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ,
G എന്ന് പറഞ്ഞാൽ എന്താണ്? It is the constant of proportionality which is known as gravitational constant. G എന്ന് പറയുന്നത് എന്താണ്? Gravitational constant ആണ്. Okay. അപ്പോൾ ഈ ഒരു constant G എന്ന് പറയുന്നത് എല്ലാ പ്ലേസസിലും നമുക്ക് സെയിം വാല്യൂ ആയിട്ടാണ് നമ്മൾ മെയിൻ ചെയ്തത്. അതെന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കിളിന്റെ നേച്ചറിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ടെമ്പറേച്ചർ, മീഡിയം ഇതിനൊക്കെ ഇൻഡിപെൻഡന്റ് വാല്യൂസ് ആയിരിക്കും ഈ പറയുന്ന G എന്ന് പറയുന്നത്. Okay. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് is known as the universal gravitational constant. It is known as the universal gravitational constant എന്നൊരു പേരിലാണ് ഈ പറയുന്ന G എന്നുള്ളത് അറിയപ്പെടുന്നത്. Okay. The gravitational constant G is numerically equal to the magnitude of the force of attraction between two masses of each 1 kg placed at a separation of 1 meter. അപ്പോൾ 1 kg യിലുള്ള രണ്ട് ബോഡികൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താൽ എന്താണോ G ആ ഒരു വാല്യൂലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി കാരണം വരുന്ന ഫോഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. According to the law of gravitation, the earth attracts each object around it towards its center. അപ്പോൾ നമുക്കൊരു ഗ്രാവിറ്റേഷൻ വെച്ച് നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഒബ്ജക്റ്റിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ. The force with which the earth attracts a body is called force due to gravity on body. അപ്പോൾ ആ ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എർത്ത് ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, which can be taken to act vertically downwards at the center of the gravity of the body. അപ്പോൾ അതെന്താണ്, vertically downwards ആണ്, center of the gravity of the body is vertically downwards ആണ് attract ചെയ്യുന്നത്. Okay, so in vertical motion near the surface for height much smaller than the radius of the earth, force of gravity on the body is assumed to be same throughout. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വെർട്ടിക്കൽ മോഷനാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു എർത്തിന്റെ സർഫേസിന് നിയറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ആ ഒരു ബോഡിയുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ എല്ലായിടത്തും തന്നെ സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വരുന്ന ആ ഒരു ഇക്വേഷൻ F is equal to G mm/r² ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എർത്തിന്റെ മാസ് ആണ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത്, സ്മോൾ m എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെയാണ്, r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ ആണ് F is equal to G M m/R² ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്രാവിറ്റേഷനും ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ടിംഗ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഓഫ് യൂണിവേഴ്സ്. ഓക്കെ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് ഗ്രാവിറ്റേഷണൽ പുൾ ഓൺ എ ബോഡി ലൈയിങ് ഓൺ എർത്ത് ഓർ നിയർ ദ സർഫേസ്. അപ്പൊ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ബോഡികൾ തമ്മിലുണ്ടാവുന്ന ഒരു അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് ഒരു ബോഡി ആയിട്ട് വരുന്ന ആ ഒരു എർത്ത് പുൾ, ഗ്രാവിറ്റേഷണൽ പുൾ ആണ് വരുന്നത്. ഓക്കെ, the direction of gravitational force on a body A due to body B is along AB ആണ്. അപ്പോൾ force of gravity along the line joining by the body and the center of the earth and is directly towards the center of the earth ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് A ഡ്യൂ ടു B ആണെങ്കിൽ അതിന്റെ along AB ആയിരിക്കും വരുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദി എർത്ത് ആണ്, അതായത് എർത്തിന്റെ സെന്ററിലേക്കാണ് ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, the force of gravitation between two bodies can be zero if the separation between bodies becomes infinity. അതായത് രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സീറോ ആകാം, കാരണം ആ ഒരു ഡിസ്റ്റൻസ് ഇൻഫൈനിറ്റി ആണെങ്കിൽ. പക്ഷെ ഗ്രാവിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് സീറോ എപ്പോഴായിരിക്കും, സെന്റർ ഓഫ് ദി എർത്തിൽ എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രാവിറ്റേഷൻ ആൻഡ് ദ ഗ്രാവിറ്റി. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നോക്കാം. The rate at which the velocity of a freely falling body increases is called the acceleration due to gravity. Okay, ഒരു ഫ്രീ ആയിട്ട് വീഴുന്ന ആ ഒരു ബോഡിയുടെ വെലോസിറ്റി, റേറ്റ് ഓഫ് അറ്റ് വിച്ച് ദ വെലോസിറ്റി, വെലോസിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഒരു ആക്സിലറേഷൻ, ഒരു ബോഡി ഫ്രീ ആയിട്ട് വീഴുന്ന ആ ഒരു ബോഡി ഉണ്ടെങ്കിൽ, അത് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. ഓക്കെ, ആ എർത്തിന്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ മാസ്, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. അപ്പൊ ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ ഡിനോട്ട് ചെയ്യുന്നത് G എന്ന് പറഞ്ഞൊരു ലെറ്ററിലാണ്.
ഈ ജി എന്ന് പറയുന്നത് അതിന്റെ മാസിനെയോ അല്ലെങ്കിൽ സൈസിനെയോ അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ ബോഡി ഒന്നിനെയും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് എർത്തിന്റെ ഒരു അട്രാക്ഷൻ ആണ് ആ ഒരു ബോഡിയിലേക്ക് വരുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി എന്നൊരു ലെറ്റർ ആണ്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് ആ ഒരു ഡൗൺവേർഡ്സ് ടുവാർഡ്സ് സെന്റർ ഓഫ് ദ എർത്തിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്തൊക്കെയാണ് നമുക്ക് അവിടെ വേരിയേഷൻസ് വരുന്നത് നോക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ വരുന്നുണ്ട്? ഹൈറ്റ്, ഡെപ്ത്, ഷേപ്പ് ഓഫ് ദ എർത്ത്, റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, ഇതിനൊക്കെ ഈ പറയുന്ന വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന്റെ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്. അത് എർത്തിന്റെ സർഫേസിന്റെ എബോവ് ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. എർത്ത് സർഫേസിന്റെ മുകളിലുള്ള ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ജി എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. ദാറ്റ് ഈസ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ജി ഡിക്രീസ് ആകും. ദാറ്റ് ഈസ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എച്ച് എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് ജി ഡാഷ് നമുക്ക് റെഡ്യൂസ് ആകും. ഓക്കെ, ഇനി ഡെപ്തിനെ നോക്കുകയാണെങ്കിൽ എന്താണ്? ജി ഡിക്രീസ് ആകും അല്ലെ, ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്. കാരണം നമുക്കറിയാം 1 മൈനസ് ഡി ബൈ ആർ ആണ് അല്ലെ, അപ്പൊ ഡിക്രീസസ് വിത്ത് ഡെപ്ത് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് ദ എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. അടുത്ത എഫക്ട് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഷേപ്പിനെ ബാധിക്കുന്നുണ്ടോ നോക്കാം. എർത്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്പിയറിലല്ല അല്ലെ, അതെവിടെയാണ്? പോളുകളിൽ ഫ്ലാറ്റൻഡ് ആണ്, ബൾജ് ചെയ്തിരിക്കുകയാണ്, ഇക്വേറ്ററിലൊക്കെ ബൾജ് ചെയ്തിരിക്കുകയാണ്. ദ വാല്യൂ ഓഫ് ദ ജി ഈസ് ലീസ്റ്റ് അറ്റ് ദ ഇക്വേറ്റർ. ജിയിൽ എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നമുക്ക് വളരെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും, പോളിൽ നമുക്ക് മാക്സിമം വാല്യൂ ആയിരിക്കും ജിക്ക് വരുന്നത്. ഓക്കെ, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകും തോറും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു എർത്തിന്റെ ഷേപ്പിൽ ഈ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫക്ട് ഓഫ് ലാറ്റിറ്റ്യൂഡ്, അതായത് ആ എർത്തിന്റെ റൊട്ടേഷൻ, അതിന്റെ സ്വന്തം ആക്സിസിൽ തന്നെ ഉണ്ടാകുന്ന റൊട്ടേഷൻ കാരണം എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഡിക്രീസ് ആവുന്നുണ്ട്. അതായത് എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ആകും. ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. ആ ഒരു ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ് നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയേഷൻസ് ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ ജി യൂണിവേഴ്സൽ കോൺസ്റ്റന്റും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എർത്തിന് നമ്മൾ സ്പെറിക്കൽ ബോഡി ഓഫ് മാസ് എം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ റേഡിയസ് ആർ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സെന്റർ എന്ന് പറയുന്നത് O ആണ്. ഓക്കെ, ഒരു മാസ്, ഒരു ബോഡി എം, സ്മോൾ ലെറ്റർ എം ബോഡി ഉള്ള ഒരു മാസ് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു റിലേഷൻ അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ മാൻ ഇൻ എ ലിഫ്റ്റ് ഓർ എലിവേറ്റർ. ഓക്കെ, അപ്പൊ ഒരു ലിഫ്റ്റിൽ അല്ലെങ്കിൽ ഒരു എലിവേറ്ററിൽ ഉണ്ടാകുന്ന ആ ഒരു മാൻ്റെ അപ്പാരന്റ് വെയിറ്റ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പേഴ്സൺ, ഒരു എം മാസ് ഉള്ള ഒരു പേഴ്സൺ ഒരു വെയിങ് മെഷീനിൽ, ഓക്കെ, ലിഫ്റ്റിൽ ഉണ്ടാകുന്ന ഒരു വെയിങ് മെഷീനിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ മാൻ എന്ന് പറയുന്നത് mg ആണ് നമുക്ക് വരുന്നത്. ആ ഒരു പേഴ്സന്റെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു വെയിങ് മെഷീനിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ R എന്ന് പറയുന്നത് അതിന്റെ ഒരു വെയിങ് മെഷീന്റെ ആ ഒരു റിയാക്ഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സർഫേസ് ഓഫ് ദ കോണ്ടാക്ട് ഓൺ ദ പേഴ്സൺ ഇസ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ പേഴ്സൺ. അപ്പൊ ആ ഒരു അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിയാക്ഷൻ ആ ഒരു സർഫേസിൽ എവിടെയാണ് നമുക്ക് ആ ഒരു കോണ്ടാക്ട് വരുന്നത്, അതാണ് ആ ഒരു അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു ആറും mg എങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓരോരോ കേസസിലായിട്ട്. അപ്പൊ ഇനിഷ്യലി നോക്കൂ, വെൻ എലിവേറ്റർ ഈസ് അറ്റ് റെസ്റ്റ്, അതായത് എലിവേറ്റർ ഒരു റെസ്റ്റിലാവുമ്പോൾ നമുക്ക് ആ ഒരു പേഴ്സന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്, നെറ്റ് ഫോഴ്സ് ഓഫ് ദ പേഴ്സണും 0 ആണ്. അപ്പൊ r മൈനസ് mg is equal to 0. സോ r is equal to mg ആയിരിക്കും. അതായത് അപ്പാരന്റ് വെയിറ്റ് is equal to ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. r എന്ന് പറയുന്നത് അപ്പാരന്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ്, ഏത് കേസിലാണ്? when the elevator is at rest ആണ്. അടുത്തത് when the elevator is moving uniformly in the upward or downward direction. എലിവേറ്റർ ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് അപ്വേർഡോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു യൂണിഫോംലി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കേസ് വരും നോക്കാം. Again, in uniform motion, acceleration of person എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് അല്ലെ. അപ്പോൾ as in case 1, r is equal to mg ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ apparent weight is equal to actual weight ആയിരിക്കും നമുക്ക് ഈ ഒരു കേസിലും വരുന്നത് അല്ലെ. കാരണം എന്താണ്? യൂണിഫോം മോഷനിലെ acceleration of person എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് വരുന്നത്. അടുത്തത് when the elevator is accelerating upward
അപ്വേർഡിലേക്ക് നമുക്ക് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് യൂണിഫോം അപ്വേർഡ് ആക്സലറേഷൻ ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് എന്തായിരിക്കും F is equal to ma ആണ് വരുന്നത്. അപ്പോൾ F is equal to R1 minus mg ആണ്. അതല്ലെങ്കിൽ F is equal to ma നമുക്കറിയാം. ma is equal to R1 minus mg ആണ് വരുന്നത്. സോ R1 is equal to mg plus ma എന്ന് എടുക്കാം. അപ്പോൾ m ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തെങ്കിൽ g plus a, അതായത് R1 should greater than mg ആണ്. അപ്പാരന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആക്ച്വൽ വെയിറ്റിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ് വരുന്നത്? ആക്സിലറേറ്റിംഗ് അപ്വേർഡിലാണ്. അതേപോലെ ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വരുന്നത്? സെയിം ഡൗൺവേർഡ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഞാൻ എ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും? F നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഓൺ ദ പേഴ്സൺ എന്ന് പറയുന്നത് ma ആണ്. അപ്പോൾ F is equal to mg minus R2 എന്ന് വരും അല്ലേ? സോ mg minus F, that is mg minus ma എന്ന് വരും. സോ R2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരുന്നത്? ലെസ് ദാൻ mg ആണ് വരുന്നത്. സോ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന്റെ ആക്ച്വൽ വെയിറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് if the free fall of the life or elevator and the gravity a is equal to g ആണെങ്കിൽ, a is equal to acceleration due to gravity g യും സെയിം ആണെങ്കിൽ നമുക്ക് R2 that is equal to 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ apparent weight of the person എന്ന് പറയുന്നത് നമുക്ക് 0, അതല്ലെങ്കിൽ person becomes weightless ആയിരിക്കും. ആ ഒരു ഫ്രീ ഫോളിൽ പെട്ടെന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, when the downward acceleration is greater than g, g നേക്കാൾ greater than ആയിട്ടുള്ള downward acceleration ആണ് നമുക്ക് വരുന്നതെങ്കിൽ a greater than g ആയിരിക്കും. then R2 is equal to m into g minus a വരും. അപ്പോൾ R2 becomes നെഗറ്റീവ് ആണ് വരുന്നത്, അതായത് apparent weight of the person എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. in that even ആ ഒരു ടൈമിൽ person will rise from the floor of the lift and strike to the ceiling of the lift. അയാൾ എന്ത് ചെയ്യും? അപ്പാരന്റ് വെയിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അയാളെ ആ താഴത്ത് നിന്ന് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ആയിട്ട് ആ സീലിംഗിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫറെന്റ് കേസസ് ആണ് നമ്മൾ ആ ഒരു എലിവേറ്ററിൽ വരുന്ന ആ ഒരു അപ്പാരന്റ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്, ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് 10 MCQ നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.